ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചെമ്മീൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ. ടേസ്റ്റും നല്ലതാണ്. അപ്പോൾ എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾ എത്ര ചെമ്മീൻ വേണമെങ്കിലും എടുത്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാനൊരു ഉള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് 1 കിലോ ചെമ്മീനില്ല, ഒരു 3/4 കിലോ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഒരു വലിയ ഉള്ളി, അതുപോലെ ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. കറിവേപ്പില നിങ്ങൾക്ക് വെന്തതിന് ശേഷം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഒരു 1-2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. ഇനി ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർക്കുക. പച്ചമുളക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. ഇനി മുളക് പൊടി ചേർക്കുക. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണിൽ കൂടുതൽ ആവശ്യമില്ല നമുക്ക്. മഞ്ഞൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ മഞ്ഞളിൻ്റെ ആ ഒരു കുത്തുണ്ടാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് മഞ്ഞൾ ചേർത്ത് കൊടുക്കുക. ഇനി വെറും 1 ടീസ്പൂൺ ഓളം ഞാൻ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഒരു അളവിലേക്ക് മല്ലിപ്പൊടി ഇത്രയും മതി. ചെമ്മീൻ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂണോളം നിങ്ങൾക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ചൊരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ഉരുള പുളി ഒന്ന് പിഴിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ചേർത്തുകൊണ്ട് തന്നെ പുളി വളരെ കുറച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. രണ്ടിൻ്റെയും കൂടെ പുളി ഒരുപാട് കൂടുതലായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നിങ്ങൾ കുടംപുളി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുടംപുളിയുടെ 1-2 കഷ്ണം ചേർത്ത് കൊടുത്താൽ മതി. എരിവിനനുസരിച്ചിട്ട് വേണം നമ്മൾ പുളി ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഉള്ളി തക്കാളി വഴറ്റിയിട്ടല്ല ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒരു തുള്ളി പോലും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പുളിവെള്ളം നമ്മൾ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി മീൻ തന്നെ വെള്ളം ഇറങ്ങി വരും. ചെമ്മീൻ തന്നെ വെള്ളം ഉണ്ടാവും തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്കിത് അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒന്നും ഇതിൽ ചേർക്കാനില്ല കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ചെമ്മീൻ റോസ്റ്റാണ്. എന്താ വെച്ചാൽ ഉള്ളി തക്കാളി ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് എരിവൊക്കെ ഒന്ന് നോക്കട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തിളച്ചതിന് ശേഷം നോക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ എന്തൊക്കെയാണ് കുറവുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു മൺചട്ടിയിൽ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ചെമ്മീൻ. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്, ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് മുകളിലായിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലും കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. തീ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു നാടൻ ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. ഉള്ളി തക്കാളി ഒന്നും വഴറ്റാതെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ചെമ്മീൻ റെസിപ്പിയാണത്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് പുട്ടിനുള്ള പൊടി ഒന്ന് നന്നായിട്ടൊന്ന് ഉതിർത്തിയെടുക്കുക. അപ്പോൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. സാധാരണ അരിപ്പൊടിയോ അല്ലെങ്കിൽ നിങ്ങൾ പുട്ടുപൊടിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പുട്ടുപൊടിയിൽ ചെയ്യുക. അതൊക്കെ നമ്മളുടെ ഏത് പൊടിയിലാണോ പുട്ടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പൊടി എടുത്താൽ മതി. ഇനി സാധാരണ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പുട്ടിൻ്റെ മാവ് നന്നായിട്ട് നനച്ചെടുക്കുക. പുട്ടിൻ്റെ മാവ് ഉതിർത്തിയെടുക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഉതിർത്തിയെടുക്കുകയാണെങ്കിൽ വെള്ളം കൂടി പോവാതിരിക്കും. വെള്ളം കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പൊടി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഏത് പൊടിയിലും നിങ്ങൾക്ക് ചെയ്യട്ടോ. ഗോതമ്പ് പൊടിയിൽ വേണമെന്നുള്ളവർക്ക് ഗോതമ്പ് പൊടിയിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ സാധാരണ അരിപ്പൊടി തന്നെയാണ് ചെയ്യുന്നത്, പുട്ടുപൊടിയൊന്നുമല്ല. ഇപ്പോൾ തരിയുള്ള പൊടിയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് പുട്ടിന്. പക്ഷേ ഞാനിപ്പോൾ സാധാ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ പുട്ടിൻ്റെ മാവ് നന്നായിട്ട് ഉതിർത്തിയെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒതുങ്ങി വരുന്ന ആ ഒരു പാകമാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും വെള്ളം നനഞ്ഞിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ഒരു പാകം, അതാണ്. അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ചിരട്ടിയിലാണ് ചെയ്യുന്നത്. ഇതുപോലെ കണ്ണുള്ള ചിരട്ട എടുക്കുക. മറ്റേ ഭാഗം എടുക്കരുത് കേട്ടോ. കണ്ണുള്ള ഈ ഒരു ഭാഗം തന്നെ എടുത്തിട്ട് ഒരൊറ്റ കണ്ണിന് മാത്രം നമ്മൾ ഹോളാക്കി കൊടുക്കുക. 3 കണ്ണുണ്ടാവുമല്ലോ, ആ ഒരു ഒറ്റ കണ്ണ് ഭാഗത്ത് മാത്രം അതൊന്ന് ഹോളാക്കി കൊടുത്താൽ മതി. ഇനി ഇതിൽ നമ്മൾ ചെമ്മീൻ്റെ ആ ഒരു മസാല അതിൻ്റെ ആദ്യത്തെ ഒരു ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വെക്കുക, കുറച്ചാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഒരു ചെമ്മീന് പകരം നിങ്ങൾക്ക് ബീഫോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീനിലോ പച്ചക്കറിയിലോ ഒക്കെ മസാലകൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടാക്കി എടുക്കാൻ പറ്റും.
അപ്പോൾ ഇത് സാധാരണ പുട്ടുകുറ്റിയിലും ചെയ്യാം കേട്ടോ. അതുപോലെ ചിരട്ടയിൽ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ പുട്ടിൻ്റെ മാവ് നമ്മൾ അടുത്ത ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ലാസ്റ്റ് നമ്മളിതിൻ്റെ മുകളിൽ തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. പുട്ടിന് തേങ്ങ ഇല്ല എന്ന് പറഞ്ഞാൽ ആ ഒരു പുട്ടിന് ഒരിക്കലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ സാധാരണ സ്റ്റീലിൻ്റെ പുട്ടുകുറ്റിയിൽ ഇതുപോലെ ചിരട്ടൻ്റെ ആ ഒരു ഷേപ്പ് വരുന്ന കുറ്റിയിലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ചിരട്ടയിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട്. മൺചട്ടിയിലാണ് നമ്മൾ മീനിൻ്റെ മസാല ഉണ്ടാക്കിയത്, അതുപോലെ ചിരട്ടയിലാണ്. അപ്പോൾ ഇതിന് രണ്ടിനും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ കുക്കറിൻ്റെ മുകളിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. കുക്കറിന് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു ഹോള് കുക്കറിൻ്റെ ആ വിസിലിൻ്റെ ഭാഗത്ത് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. കുക്കറിൻ്റെ നമ്മൾ ആവി വലിയ ഹോളിൽ കൂടെ ആവി വരിക ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പുട്ട് റെഡിയായി കിട്ടും. സാധാരണ പുട്ടുകുറ്റീൻ്റെ അത്രയൊന്നും സമയം എടുക്കണില്ല. അപ്പോൾ നല്ല പോലെ തന്നെ പുട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, എടുത്തിട്ട് പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അങ്ങനെ ചിരട്ടിയിൽ ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ലൊരു നാടൻ ടേസ്റ്റാണ് ഇതിന്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.